പാലിലച്ചോ പാലിലച്ചോ പാലിതാ തളച്ചോണ്ടിരിക്കുകയാണ്. ഇന്നെന്താ പരിപാടി എന്നറിയോ? ഇന്നൊരു ചെറിയ പായസ കൊതി കേട്ടോ. എന്താ പറയാ, പായസ കൊതി. കുറച്ച് ദിവസമായി, ഇന്നല്ല കേട്ടോ, കുറച്ച് ദിവസങ്ങളായി നമ്മൾ പായസം കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. എന്ത് പായസാണ്? സേമിയോ. നമ്മൾ മിക്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സ് എന്റെ കവറൊക്കെ പിള്ളേർ പൊട്ടിച്ച് കളഞ്ഞേ. മിക്സ് ആണ് വാങ്ങി കൊടുത്തിട്ടുള്ളത്. പാല് തളച്ച് പോവാനായി. അപ്പോ നമ്മൾ പാലെടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് എത്ര, ഒരു 1.5 ലിറ്റർ പാലാണെന്നതിൽ 1 ലിറ്റർ പാലാണെന്നതിൽ പറഞ്ഞിട്ടുള്ളത്. 1 ലിറ്റർ പാലിക്ക് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ പായസത്തിൻ്റെ കൂട്ടിട്ടിട്ടില്ല കേട്ടോ, മിക്സ് ഇട്ടിട്ടില്ല. മിക്സ് ഇടാൻ പോണേ ഉള്ളൂ. പാലൊന്ന് നന്നായിട്ട് തിളച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പം സമയം എത്രയെന്ന് അറിയോ? 7 മണിയായിട്ടോ. അപ്പോൾ രാത്രി 7 മണിയാണേ. ഈ രാത്രി 7 മണിക്ക് പായസം കഴിക്കാൻ ആഗ്രഹം തോന്നുന്ന എന്നെ പോലുള്ള ഭ്രാന്തത്തികളും ഭ്രാന്തന്മാരും ഉണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സുസ്വാഗതം. ഓക്കെ, ആദ്യം നമ്മളുണ്ടാക്കുന്ന പായസം എങ്ങനെയാണ്? പൊളിയാണോ? പൊളിയാ. നമ്മളുണ്ടാക്കുന്ന പായസം എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് എടുത്തുള്ള പായസം ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ മിക്സ് തോന്നിയാ അപ്പൊ നമ്മൾ മിക്സ് വാങ്ങിച്ചു കൊണ്ടുവരും. പാലട മിക്സ്, അതുപോലെ സേമിയ മിക്സ്, അതേപോലെ പലതരത്തിലുള്ള മിക്സ് കിട്ടുമല്ലോ നമുക്ക്. മിക്സ് മേടിച്ചോണ്ട് വരും. അപ്പൊ തന്നെ 1 ലിറ്റർ പാല് മേടിച്ചോണ്ട് വരും. അപ്പൊ തന്നെ പായസം ഉണ്ടാക്കി ഞങ്ങൾ കുടിക്കും. ഞങ്ങൾ അങ്ങനത്തെ ടീംസാണ് ഗൈസ്. അമ്മ ഇതേപോലെ പായസം ഉണ്ടാക്കിയിട്ട് 2-3 പ്രാവശ്യം കൊളാക്കിന് കേട്ടോ. ഇല്ല ഗൈസ്, അങ്ങനെ കൊളായി എന്നൊന്നും പറയാൻ പാടില്ല കേട്ടോ. എന്താ വെച്ചാല് പായസം ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് മധുരം കൂടി പോകും, ചില സമയത്ത് കുറഞ്ഞു പോകും, ചില സമയത്ത് സാധനം വെന്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ നമുക്ക് സംഭവിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ ഇപ്പം കൊളാക്കാറൊന്നുമില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നാറ് കേട്ടോ. ആദ്യം പറഞ്ഞത് ഉള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഞാൻ പഠിക്കുന്ന സമയത്ത്, അതായത് കുക്കിംഗ്, അതായത് പായസമൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ കൺസിസ്റ്റൻസി പാകമായിട്ട് കിട്ടാറുണ്ടായിരുന്നില്ല. അത് സത്യമാണ്. പക്ഷെ ഇപ്പൊ നമ്മള് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നമുക്ക് ശീലമായല്ലോ. അപ്പൊ ഇപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ പാലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോ 8 മണിയാകുമ്പോഴേക്കെങ്കിലും പായസം റെഡിയാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. തന്മൂലത്തിലേ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് മിക്സ് ഇട്ട് കൊടുക്കാം. മിക്സി അല്ല കേട്ടോ, മിക്സ്. എന്തിനാ മിക്സി കാണിക്കുന്നത്? ക്യാമറമാനാ ചുമ്മാ ഗൈസ്. തിളച്ചു പോയേ. ഓ മൈ ഗോഡ്, നല്ലോണം കുത്തിയളക്ക്. അപ്പോ ഗൈസ്, നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇവനെ ഇതിലേക്ക് അങ്ങോട്ട് ചേർക്കാം കേട്ടോ. ഓക്കെ, മിക്സ് വാങ്ങി കൊടുന്ന് വെച്ചിട്ട് പായസം ഉണ്ടാക്കാതെ വെച്ച് ഇവിടുത്തെ പിള്ളേരായിട്ടുള്ള എലികൾ കരണ്ടെത്തുന്ന ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അല്ലാതെ അപ്പൊ നമ്മുടെ മിക്സ് അതിലെന്താ പഞ്ചസാര പോലത്തെ എന്തൊക്കെയുണ്ടല്ലോ. പഞ്ചസാര മിക്സിലെല്ലാം ഉണ്ടാവും. പഞ്ചസാര ഉണ്ടാവും, ഏലക്കായ ഉണ്ടാവും, അണ്ടിപ്പരിപ്പ് ഉണ്ടാവും, അത് പൊളിയാണ്, എല്ലാം തന്നെ ഉണ്ടാവും. നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. സേമിയയും പാലും കൂടെ ഒപ്പം നിൽക്കണം. അതാണ് പായസം എന്ന് പറയുന്നതിന്റെ ഒരു പാകത. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ചില സമയങ്ങളിൽ നമ്മൾ കുളമാക്കും ഗൈസ്. നമ്മൾ അങ്ങനെയാണ്. തനിമോളെ ഓ, ഇടവിട്ടാതെ ഇളക്കിക്കൊണ്ടിരിക്കാട്ടോ. വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമ്മുടെ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പായസം ഏതാനും ഇവിടെ റെഡി ആയി. ഇൻസ്റ്റന്റ് പായസമാണ്. ഇൻസ്റ്റന്റ് പായസം പെട്ടെന്നാവുമല്ലോ അല്ലേ? അരമണിക്കൂർ മതി. നമ്മുടെ നെയ്യ് ചൂടായിട്ടെ അതിലേക്ക് അപ്പൊ ഗൈസ്, നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നേരെ നമുക്ക് പായസത്തിലേക്ക് ആക്കി കൊടുക്കാവേ.
പായസം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഗൈസ് നമ്മുടെ പായസക്കാർ ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. പായസം എടുത്തിട്ട് കുടിച്ചോളൂ മക്കളെ. ഇവിടെ പായസം എങ്ങനെ ഉണ്ടെന്ന് പറയൂ. പതുക്കെ പതുക്കെ, ചൂടുണ്ട്, പതുക്കെ. എങ്ങനെയുണ്ട്? മതി? അടിപൊളിയാ? സൂപ്പറാണോ? സൂപ്പറാ? കുടിച്ചു നോക്കിയോ അതിന്? ദർശിക്ക് കുടിക്കൂ. അധികമുണ്ടോ? കുറവുണ്ടോ? ഇല്ല, കറക്റ്റാ? ഇഷ്ടമായോ? ഓക്കെ, കുടിച്ചോളൂ. നമ്മൾ പായസം ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. നമ്മൾ പിടിക്കണാവോ? നല്ല ചൂടുണ്ട്. ഇപ്പൊ ഗൈസ് നമ്മൾ പായസം 7:45 പായസം റെഡി ആയപ്പോഴേക്ക് അതാ പായസം കുടിച്ചു നോക്കാൻ പോവാണ്. തന്മോൾക്ക് ഇഷ്ടായോ? തന്മോൾക്ക് പായസം ഇഷ്ടായേ? ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒത്തിരി ദിവസത്തെ ആഗ്രഹം കേട്ടോ പായസം ഉണ്ടാക്കി കുടിക്കണമെന്നേ. അടിപൊളി കേട്ടോ, അടിപൊളി പായസമാണ്. സേമിയം അടിപൊളി പായസം. അപ്പോൾ ആർക്കെങ്കിലും പായസമൊക്കെ കഴിക്കണമെന്ന് കൊതി തോന്നുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് ഏതെങ്കിലും വാങ്ങിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കുക കേട്ടോ. അടിപൊളിയാണ്, സൂപ്പറാണ്. നമ്മൾ ഒരുപാട് നേരം സാധാരണ നമ്മൾ വീട്ടിൽ കിണങ്ങിയിരുന്ന് പായസം ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും ഇൻസ്റ്റൻറ്റ് പായസം ഉണ്ടാക്കാനില്ല കേട്ടോ. നമുക്ക് ആഗ്രഹം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കി കുടിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കമൻറ്റും രേഖപ്പെടുത്തണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്, വിമർശനങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റാ.